അന്റാർട്ടിക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ മഞ്ഞിന്റെ വെളുത്ത ലോകമാണ് മനസ്സിൽ തെളിയുക. പക്ഷി മൃഗാദികളോ സസ്യങ്ങളോ ഇല്ലാത്ത ഈ ഭൂഖണ്ഡത്തിൽ മനുഷ്യവാസവുമില്ല. ഗവേഷക ആവശ്യങ്ങൾക്കായി മാത്രമാണ് മനുഷ്യർ ഇവിടെ എത്തുന്നത്. 98% മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ വൻകര യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിവയെക്കാളും വലുതാണ്. ഭൂമിയിലെ ഏറ്റവും തണുപ്പേറിയ പ്രദേശമാണ് അന്റാർട്ടിക്ക. ഇവിടേക്കൊരു യാത്ര സ്വപ്നം കാണാത്തവരായി ആരാണുള്ളത്? എന്നാൽ മറ്റിടങ്ങളിലേക്ക് പോകും പോലെ തലേന്ന് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലമല്ല അന്റാർട്ടിക്ക. ഇവിടെ ടൂർ സീസൺ ആകെ 4 മാസമേ ഉള്ളൂ. ഒക്ടോബർ പകുതി മുതൽ ഫെബ്രുവരി വരെ. ഈ സമയം അന്റാർട്ടിക്കയിൽ വേനൽക്കാലമാണ്. ബാക്കിയുള്ള മാസങ്ങളിൽ കടൽ മുഴുവൻ ഐസ് മൂടി കിടക്കുന്നതിനാൽ യാത്ര സാധ്യമല്ല. അന്റാർട്ടിക്ക എന്ന ഭൂഖണ്ഡം എത്ര മനോഹരവും വൈവിധ്യപൂർണവുമാണെന്ന് അറിയാത്തവർക്കായി ചില കാര്യങ്ങളിതാ. 1911 അന്റാർട്ടിക്കയിലേക്ക് പര്യവേഷണത്തിലെത്തിയ ഗവേഷകർ ഒരു കാഴ്ച കണ്ട് ഞെട്ടി. 54 കിലോമീറ്റർ ചുറ്റളവിൽ പരന്നു കിടക്കുന്ന ഹിമാനിയുടെ നെറുകയിൽ നിന്ന് താഴേക്ക് ഒലിച്ചിറങ്ങുന്ന രക്തം. ടെയ്ലർ ഹിമാനിയിലെ വെളുത്ത മഞ്ഞിൽ കടുത്ത ചുവപ്പ് നിറം കലർന്നൊഴുകുന്നു. തൂവെള്ള നിറത്തിലുള്ള മഞ്ഞു വിരിച്ച പരവതാനിയിലൂടെ ഒഴുകിവരുന്ന മനുഷ്യരക്തം പോലെ തോന്നും ഒറ്റ നോട്ടത്തിൽ. ബ്ലഡ് ഫോൾസ് എന്നാണ് അവർ അതിനു നൽകിയ പേര്. വർഷങ്ങളോളം ഈ ചുവന്ന നിറത്തിന്റെ ഉറവിടം ഒരു രഹസ്യമായി തന്നെ തുടർന്നു. 2017 ശാസ്ത്രജ്ഞർ ഇതിന്റെ കാരണം കണ്ടെത്താനായി പ്രഖ്യാപിച്ചു. ഹിമാനിയുടെ ഉള്ളിൽ നിന്നും ഒഴുകുന്ന വെള്ളം ഉപ്പും ഓക്സിസൈഡ് ഇരുമ്പും കൂടുതലുള്ള ഒരു സബ് ഗ്ലേഷ്യൽ തടാകത്തിൽ നിന്നാണ് വരുന്നത്. ഓക്സിജനുമായി സമ്പർക്കം പുലർത്തിയപ്പോൾ ഇരുമ്പ് തുരുമ്പെടുത്തു. വെള്ളത്തിന് ചുവന്ന നിറം കലർന്നു. കാര്യം മഞ്ഞിൽ പുതഞ്ഞു കിടക്കുകയാണെങ്കിലും ഭൂമിയിൽ ഏറ്റവും വേഗത്തിൽ ചൂട് കൂടുന്ന പ്രദേശങ്ങളിലൊന്നാണ് അന്റാർട്ടിക് പെനിൻസുല. ഭൂമിയിലെ ശരാശരി താപനില വർധനവിന്റെ 5 ഇരട്ടിയാണിവിടെ. ഇതുമൂലം പെൻഗ്വിനുകളുടെ ജീവിത രീതിയിലും ഇവിടെ വളരുന്ന ചിലയിനം പായലുകളുടെ വളർച്ചാ രീതിയിലും പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായതായി ഗവേഷകർ വിലയിരുത്തിയിട്ടുണ്ട്. അന്റാർട്ടിക്ക നമ്മൾ കാണുന്നത് പോലെ അത്ര ശാന്തമൊന്നുമല്ല കേട്ടോ. അന്റാർട്ടിക്കയുടെ മഞ്ഞു നിറഞ്ഞ ഉപരിതലത്തിനടിയിൽ 138 അഗ്നിപർവ്വതങ്ങളെങ്കിലുമുണ്ട്. ഇവയിൽ മൗണ്ട് എറബസ്, ഡിസെപ്ഷൻ ഐലൻഡ് എന്നിങ്ങനെ 2 മാത്രമേ ഇപ്പോൾ സജീവമായിട്ടുള്ളൂ. മറ്റുള്ളവയിൽ പലതും വരും കാലങ്ങളിൽ സജീവമാകാൻ സാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇവിടെയുള്ള എറബസ് പർവ്വതത്തിൽ തിളച്ചുമറിയുന്ന ലാവാ തടാകമുണ്ട്. പക്ഷേ അത് ഹിമാനികൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ മരുഭൂമിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മണൽ മാത്രമാണ് മനസ്സിൽ വരിക, അല്ലേ? എന്നാൽ നിങ്ങൾക്കറിയാമോ, പ്രതിവർഷം 10 mm താഴെ മഴ ലഭിക്കുന്ന പ്രദേശത്തെയാണ് യഥാർത്ഥത്തിൽ മരുഭൂമി എന്ന് വിളിക്കുന്നത്. അന്റാർട്ടിക്കയിൽ ഒരു വർഷം 2 ഇഞ്ചിൽ താഴെയാണ് മഴ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്റാർട്ടിക്ക ഒരു ശീത മരുഭൂമിയാണ്. ഈ ഭൂഖണ്ഡം സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണെന്ന് ഭൂരിഭാഗം ആളുകൾക്കും അറിയാമെങ്കിലും ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ 60% ഇവിടെയാണുള്ളതെന്ന് അധികമാർക്കും അറിയില്ല. എന്നാൽ വർഷം മുഴുവനും ഈ ജലം മരവിച്ചു മഞ്ഞുപാളിയായി കിടക്കുന്നതിനാൽ ഇത് ഉപയോഗിക്കാനാവില്ലെന്ന് മാത്രം. ഈ മഞ്ഞ് ഉരുക്കി ഉപയോഗിക്കാനായി അന്റാർട്ടിക്കയിൽ പ്ലാന്റുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ വെള്ളം സംഭരിക്കാനുള്ള ചെറിയ തടാകങ്ങളിൽ നിന്നും മനുഷ്യരും മറ്റു ജീവികളും ദാഹമകറ്റുന്നു. If you like our content, please like, share and subscribe. Enable the bell icon to get the next interesting videos notification.